ഹായ് ഓൾ, നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. അതിൽ സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ഒബ്സർവേഷൻസ് ടു ക്ലസ്റ്റർ അറൗണ്ട് സം സെൻട്രൽ വാല്യൂ. അതായത് ഒരു പർട്ടിക്കുലർ വാല്യൂക്ക് ഇൻഡിവിജ്വൽ വാല്യൂസ് ക്ലസ്റ്റർ ചെയ്യാനുള്ള ടെൻഡൻസിനാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുക. അതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സിംഗിൾ വാല്യൂ ഓഫ് ഫിഗർ ദാറ്റ് റെപ്രസെൻറ്റ് ദ എൻറ്റയർ സെറ്റ് ഓഫ് ഡാറ്റ. ഒരു എൻറ്റയർ സെറ്റ് ഓഫ് ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ അല്ലെങ്കിൽ ഒരു ഫിഗറിനെയാണ് നമ്മൾ പറയുക മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന്. ഇറ്റ് ഈസ് എ വാല്യൂ ടു വിച്ച് മോസ്റ്റ് ഓഫ് ദ ഒബ്സർവേഷൻസ് ആർ ക്ലോസ്. മിക്ക ഒബ്സർവേഷനും ക്ലോസ് ആയിട്ടുള്ളൊരു വാല്യൂയും കൂടിയാണ് ഇത്. ടൈപ്സ് ഓഫ് ആവറേജസ്. ബേസിക്കലി രണ്ട് ടൈപ്പ് ആവറേജസ് ആണുള്ളത്. ഒന്ന് മാത്തമാറ്റിക്കൽ ആവറേജും ഒന്ന് പൊസിഷണൽ ആവറേജസും. അതിൽ മാത്തമാറ്റിക്കൽ ആവറേജസിൽ 3 ഉണ്ട്. അരിത്തമെറ്റിക് മീൻ AM എന്നും പറയും, ജോമെട്രിക് മീൻ GM, ഹാർമോണിക് മീൻ HM. പൊസിഷണൽ ആവറേജസിൽ 2 ടൈപ്പ് ഉണ്ട്, മീഡിയനും മോഡും. അതിൽ മാത്തമാറ്റിക്കൽ ആവറേജസിൽ arithmetic mean ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. arithmetic mean. The arithmetic mean of a set of observation or scores is obtained by dividing the sum of all the values by the total number of values. arithmetic mean കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷൻസ് ഒക്കെ കൂടി ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട് അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് arithmetic mean കിട്ടും. ഇനി arithmetic mean ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. അൺഗ്രൂപ്പ് ഡാറ്റ, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ 3 നമ്മുടെ arithmetic mean ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള അൺഗ്രൂപ്പ് ഡാറ്റ നോക്കാം. അൺഗ്രൂപ്പ് ഡാറ്റേനെ ഇൻഡിവിജ്വൽ സീരീസ് അല്ലെങ്കിൽ റോ ഡാറ്റ എന്ന് നമ്മൾ വിളിക്കും. അത് വെച്ചിട്ട് 2 തരം മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡ് വഴി നമുക്ക് arithmetic mean കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ് നോക്കാം. റോ ഡാറ്റയിലെ ഡയറക്റ്റ് മെത്തേഡ്. If the respective values of n observations recorded on a variable x are x1, x2, etc. xn, then the mean denoted by x bar defined by ഇവിടെ നമുക്ക് x values തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ x bar എന്ന് പറഞ്ഞാൽ arithmetic mean ആണ്. arithmetic mean ആവറേജ് എന്നും വിളിക്കും, മീൻ എന്നും വിളിക്കും. arithmetic mean കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒബ്സർവേഷൻസ് ഒക്കെ കൂടി ആഡ് ചെയ്യാം. അതായത് x1 + x2 + x3 + etc. xn ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ n ചെയ്യാം. = 1/n സിഗ്മ i = 1 to n xi ഇത് കിട്ടും. ഇനി നമുക്ക് അത് വെച്ചൊരു പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ arithmetic mean ഓഫ് 12, 18, 14, 15, 16. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എക്സ് വാല്യൂസ് ആണിത്. ഇനി അത് നമുക്ക് ആദ്യം തന്നെ ഫോർമുല എഴുതാം. x bar = 1/n സിഗ്മ i = 1 to n xi. ഇനി x bar കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ തന്നിട്ടുള്ള എക്സ് വാല്യൂസ് ഒക്കെ കൂടി ആഡ് ചെയ്യാം. 12 + 18 + 14 + 15 + 16 ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? 5 ഒബ്സർവേഷൻ. 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 15 കിട്ടും. ഇനി നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് നോക്കാം. ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മൾ വലിയ വാല്യൂസ് വരുമ്പോഴാണ് യൂസ് ചെയ്യുക. അതിൻ്റെ ഫോർമുല നോക്കാം. x bar = a + സിഗ്മ d ഡിവൈഡഡ് ബൈ n. x bar എന്ന് പറഞ്ഞാൽ arithmetic mean ആണ്. a എന്ന് പറഞ്ഞാൽ assumed value, n എന്ന് പറഞ്ഞാൽ number of observation, d എന്ന് പറഞ്ഞാൽ x minus a. deviation of each value of the variable from the assumed mean. assumed mean നിന്നുള്ള വാരിയബിളിൻ്റെ ഡീവിയേഷനെയാണ് d എന്ന് പറയുക. സിഗ്മ d എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡീവിയേഷൻ്റെ സമ്മുകൾ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് ദ arithmetic mean ഓഫ് ദ ഫോളോയിങ് മാർക്സ് ഇൻ മാത്സ് ഒബ്റ്റെയിൻഡ് ബൈ 10 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലുള്ള 10 കുട്ടികളുടെ മാത്സിലെ മാർക്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ arithmetic mean ആണ് നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ x bar = a + സിഗ്മ d ഡിവൈഡഡ് ബൈ n ആണ് ഫോർമുല. നമുക്കറിയാം ഷോർട്ട് കട്ട് മെത്തേഡിൽ. അപ്പോൾ a എന്ന് പറഞ്ഞാൽ നമ്മൾ മിഡിലുള്ള വാല്യൂ ആയിട്ടാണ് എടുക്കുക, എക്സ് വാല്യൂ. അപ്പോൾ a = 12 ആയിട്ട് എടുക്കും. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് 10 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 10. നമുക്ക് d കണ്ടുപിടിക്കണം. d കണ്ടുപിടിക്കാനായിട്ട് x - a എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലയാണ് നമുക്കറിയാം. അതിൽ a എന്ന് പറഞ്ഞാൽ 12 ആണെന്നറിയാം. അപ്പോൾ x - 12 എന്ന് എഴുതുക. എന്നിട്ട് മാർക്സ് ആണ് നമ്മുടെ എക്സ് വാല്യൂസ്. അപ്പോൾ എക്സ് വാല്യൂസിൽ നിന്ന് 12 കുറയ്ക്കുക. 15 - 12 = 3, 20 - 12 = 8, 25 - 12 = 13, 90 - 12 = 7, 12 - 12 = 0, 11 - 12 = -1, 13 - 12 = 1, 17 - 12 = 5, 18 - 12 = 6, 20 - 12 = 8. അങ്ങനെ നമുക്ക് കിട്ടും. ഇനി d വാല്യൂസ് നമുക്ക് കിട്ടിയതൊക്കെ കൂടി ആഡ് ചെയ്ത് നമുക്ക് സമ്മേഷൻ d കിട്ടും. സമ്മേഷൻ d = 50 ആണ്. n = നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ ഓഫ് സ്റ്റുഡൻസ് 10 ആണ്. അപ്പോൾ 10, a = 12 നടുവിലുള്ള മിഡിലുള്ള വാല്യൂ എക്സ് വാല്യൂ.
ഇനി എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ആണെന്നറിയാം നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഫോമുല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 12 പ്ലസ് 50/10 അതായത് നമുക്ക് ആൻസർ 17 കിട്ടും. ഇനി ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതും നമുക്ക് രണ്ട് തരം മെത്തേഡാണ്, ഒന്ന് ഡയറക്റ്റ് മെത്തേഡും ഒന്ന് ഷോർട്ട് കട്ട് മെത്തേഡിലും നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് നോക്കാം. In discrete frequency distribution, we multiply the values of the variable x by their respective frequencies f and get the sum of the products sigma fx. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീക്വൻസീൻ്റെയും വാരിയബിളിൻ്റെയും പ്രോഡക്റ്റ് കാണും, എന്നിട്ട് അതൊക്കെ കൂടി ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസീസിൻ്റെ സമ്മ. ഇനി പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ എ എം ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട് 5, 6, 7, 8, 9. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട് 3, 8, 12, 10, 7 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫോമുല എക്സ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. എൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ആണ്, ഫ്രീക്വൻസീസൊക്കെ ആഡ് ചെയ്തതാണ്. അപ്പം നമുക്ക് 40 കിട്ടും. ഇനി എഫ് എക്സ് കാണണം. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. 5 × 3 15, 6 × 8 48, 7 × 12 84, 8 × 10 80, 9 × 7 63. ഇനി എഫ് എക്സുകളൊക്കെ കൂടി ആഡ് ചെയ്താൽ 290 കിട്ടും. ഇനി എക്സ് ബാറിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 290/40 അപ്പോൾ 7.25 കിട്ടും. ഇനി ഷോർട്ട് കട്ട് മെത്തേഡ് എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ഡിവൈഡഡ് ബൈ എൻ. അതിൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീനാണെന്നറിയാം, എൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫ്രീക്വൻസി, എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് വാല്യൂ, ഡി ഈക്വൽ ടു എക്സ് മൈനസ് എ, എഫ് ഡി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിൻ്റെയും ഡീവിയേഷൻ്റെയും പ്രോഡക്റ്റിൻ്റെ സമ്മ്. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. ഫോളോയിങ് ടേബിൾ ഗിവ്സ് ദ വേജസ് paid to 125 workers in a factory. Calculate the arithmetic mean of the wages by using shortcut method. Shortcut method വെച്ചിട്ട് നമ്മൾ വേജസിൻ്റെ അരിത്തമെറ്റിക് മീൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ എക്സ് വാല്യൂയും തന്നിട്ടുണ്ട്. ഇനി എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ ആണ് നമ്മുടെ ഫോമുല. അതിൽ എ എന്ന് പറഞ്ഞാൽ മിഡിലുള്ള എക്സ് വാല്യൂ ആണ്, അപ്പോൾ 230. ഇനി നമ്മൾ ഡി കണ്ടുപിടിക്കണം. ഡി ഈക്വൽ ടു എക്സ് മൈനസ് എ. എ എന്ന് പറഞ്ഞാൽ നമുക്ക് 230 ആണെന്നറിയാം, എക്സ് മൈനസ് 230. എക്സ് വാല്യൂസ് വേജസ് നിന്ന് നമ്മൾ അസ്യൂംഡ് വാല്യൂ കുറയ്ക്കുക. അപ്പം -30 -20 -10 0 10 20 30 അങ്ങനെ നമുക്ക് ഡികൾ കിട്ടും. ഇനി എഫ് ഇൻറ്റു ഡി നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻറ്റു ഡി ചെയ്താൽ നമുക്ക് എഫ് ഡി കിട്ടും. -150 -300 -320 0 150 240 120 അങ്ങനെ ചെയ്താൽ നമുക്ക് എഫ് ഡീസ് കിട്ടും. എഫ് ഡീസ് ഒക്കെ കൂടി ആഡ് ചെയ്താൽ നമുക്ക് സമ്മേഷൻ എഫ് ഡി -260 കിട്ടും. എൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എഫ്, ഫ്രീക്വൻസീസ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് 125 കിട്ടും. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞ ഫോമുലയിൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 227.92 കിട്ടും. Continuous frequency distribution. In continuous frequency distribution, the producer of computing arithmetic mean is the same in case of discrete frequency distribution. The only difference is that in continuous frequency distribution, the frequencies within each class are assumed to be distributed uniformly over its range. നേരത്തെ കണ്ട ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പോലെ തന്നെയാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനും. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലാസ് ആയിട്ടാവും നമുക്ക് തന്നിട്ടുണ്ടാവും, അത് നമ്മൾ എക്സ് വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ രണ്ട് തരം മെത്തേഡ് ഉണ്ട്, ഒന്ന് ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് കട്ട് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോമുല എന്ന് പറയുന്നത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്ന്. ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ ഫോമുല എ പ്ലസ് സിഗ്മ എഫ് ഡി ഡിവൈഡഡ് ബൈ എൻ. കാൽക്കുലേറ്റ് ദ എ എം ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. ക്ലാസ് 0 to 4, 4 to 8, 8 to 12, 12 to 16. ഫ്രീക്വൻസി 1, 4, 3, 2. ഫ്രീക്വൻസീസ് തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് എൻ എന്ന് പറഞ്ഞാൽ 10 കിട്ടും. ഇനി ഇവിടെ യൂസ് ചെയ്യുന്ന ഫോമുല എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ള ഫോമുലയാണ്. അതിൽ നമ്മൾ ആദ്യം തന്നെ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ചെയ്യണം. അതായത് 0 + 4/2 നമ്മൾ ചെയ്യണം. ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ മിഡ് എക്സ് കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ 2, 6, 10, 14 കിട്ടും. എന്നിട്ട് എഫ് ഫ്രീക്വൻസിയും മിഡ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കുക. 2, 24, 30, 28 അങ്ങനെ നമുക്ക് കിട്ടും. ഇനി എഫ് എക്സുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് സമ്മേഷൻ എഫ് എക്സ് ഈക്വൽ ടു 84 കിട്ടും. ഇനി ഫ്രീക്വൻസീസൊക്കെ കൂടി ആഡ് ചെയ്ത് നമുക്ക് 10 കിട്ടും. ഇനി എക്സ് ബാറിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 84/10 ചെയ്താൽ 8.4 കിട്ടും. ഇനി നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ടൊരു പ്രോബ്ലം തന്നിട്ടുള്ള കാൽക്കുലേറ്റ് ദ എ എം ഓഫ് ദ ഫോളോയിങ് ഡാറ്റ ബൈ യൂസിങ് ഷോർട്ട് കട്ട് മെത്തേഡ്.
ക്ലാസ് തന്നിട്ടുണ്ട് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസീസ് 3, 12, 20, 10, 5 എന്ന് തന്നിട്ടുണ്ട്. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ഡിവൈഡഡ് ബൈ എന്നാണ് ഫോർമുല. എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസീസ് ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് 50 കിട്ടും. എ എന്ന് പറഞ്ഞാൽ മിഡിലുള്ള എക്സ് വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസ് ആയിട്ട് തന്നിട്ടുള്ള, അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2 ചെയ്യുക. 20 + 30 / 2 ചെയ്താൽ 25 കിട്ടും. ഇനി നമ്മൾ മിഡ് എക്സുകൾ എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കുക ക്ലാസ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് 5, 15, 25, 35, 45 കിട്ടും. ഇനി നമ്മൾ ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സ് മൈനസ് എ എന്നാണ്. എ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു 25 ആണ്. അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച മിഡ് എക്സിൽ നിന്ന് 25 മൈനസ് ചെയ്യുക. 5 - 25 - 20, 15 - 25 - 10, 25 - 25 0, 35 - 25 10, 45 - 25 20. അങ്ങനെ നമ്മൾ ഡികൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസിയും ഡിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എഫ് ഡി കിട്ടും. അങ്ങനെ എഫ് ഡീസൊക്കെ കൂടി ആഡ് ചെയ്താൽ 20 വരും. അതാണ് നമ്മുടെ സമ്മേഷൻ എഫ് ഡി. ഇനി ഫ്രീക്വൻസീസൊക്കെ കൂടി ആഡ് ചെയ്താൽ 50 വരും. എന്നിട്ട് നമ്മൾ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ടി ബൈ എൻ എന്നുള്ള ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 25 പ്ലസ് 20/50 ചെയ്യുക. അപ്പോൾ 25 + 0.4 എന്ന് വരും. അപ്പോൾ 25.4 എന്ന് കിട്ടും.